നമ്മൾ ഉണ്ടാക്കുന്ന എഗ് പപ്സ്. മൈദപ്പൊടി എന്താന്ന് അറിഞ്ഞൂടായിട്ട് മടുത്തിട്ട് വെക്കുക. ഇത് മൈദപ്പൊടിയാന്ന് തോന്നുന്നു. ചോണ്ട് പൊറോട്ടൻ്റെ 7 തുടങ്ങിയിട്ട് 11 മണി കറക്റ്റ്. നേരം വെച്ചുകൊണ്ട് ഒന്ന് മാത്രം ചീറ്റിപ്പോയി. അത് നമുക്ക് മാറ്റിക്കാം. ഇത് മാത്രം സോസും കൂട്ടി നമുക്ക് തിന്ന് നോക്കാം. ഇത് വേറെ, നമ്മളത് വേറെ തീരുമാനമായി. ഇന്നെന്താ ഉണ്ടാക്കുന്നത്? ഇങ്ങനല്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഇൻട്രോ കൊടുക്കും. ഹലോ ഗായ്സ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മളെന്താ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തായി പറഞ്ഞ നേരത്താ നമ്മൾ ഉണ്ടാക്കുന്ന എഗ് പപ്സ്. ആരുണ്ടാക്കാത്തൊരു സാധനം. ആര്? നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്പെഷ്യൽ. മൈദപ്പൊടി എടുത്ത് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. കേട്ടോ, ഇവിടെ ഒന്ന് ബ്ലോഗ് എടുക്കുന്നത് നിങ്ങളാണ്. ഇത്തന്നെ മൈദപ്പൊടി എന്താന്ന് അറിഞ്ഞൂടായിട്ട് മടുത്തിട്ട് വെക്കുക. വല്ലപ്പോഴും അടുക്കളയിൽ കയറണം. പെണ്ണുങ്ങൾ എന്താ അടിക്കുന്നതെന്ന് നോക്കണം. ഒന്നും അറിയില്ല. ശരിയാ. ഇത് മൈദപ്പൊടിയാന്ന് തോന്നുന്നു. ചോണ്ട് പൊറോട്ടൻ്റെ മൈദപ്പൊടി ഫ്രിഡ്ജിൽ. പൊറോട്ട ആട്ടോണ്ടല്ലേ? ആട്ടോണ്ടല്ലേ പൊറോട്ട? അല്ലെ അല്ല, ആട്ട പൊറോട്ട ഉണ്ടല്ലേ? ഗൈസ്, ഞാനിത് പപ്സാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. ഒരു എക്സ്പെക്ടേഷൻ ഞാൻ കൊടുക്കില്ല. സാധനം വരും. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടി എടുക്കാം. മൈദപ്പൊടി എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിലുള്ള മൈദപ്പൊടി എടുത്താൽ മതി. ഞങ്ങൾ 2 കപ്പാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ വെള്ളം ഒഴിച്ചെടുക്കുക. അതൊന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ലാസ്റ്റ് ഒരു ബോളൊക്കെ പോലെ ഇങ്ങനെ പരത്തി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കണം. ആദ്യം നമുക്കൊരു എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്കിത് നല്ലപോലെ മൈദ നല്ലോണം പരത്തി കൊടുക്കുക. അത് എന്നിട്ട് നമ്മൾ പത്തിരിയൊക്കെ പോലെ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ പോലെ കുറച്ച് വലുതാക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി അത് സെറ്റാക്കി എടുക്കണം. അത് നമുക്ക് കുറച്ച് പറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് പൊടി, അതായത് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തത്, പത്തിരിപ്പൊടിയിലിട്ടിട്ട് റെഡിയാക്കിയാൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് കിട്ടും. എന്നിട്ട് ഇത് ഓരോ ബോളാക്കി വെച്ചത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം അത് അങ്ങനെ തന്നെ വെക്കാം. ഞങ്ങൾ 7 തുടങ്ങിയിരിക്കണം. എപ്പോൾ 7 തുടങ്ങിയിട്ട് ഇപ്പം ടൈം 11:15. മണി ഞാൻ കാണിച്ചുതരാം. കറക്റ്റ് ടൈം കാണിച്ചുതരാം. 11 മണി കറക്റ്റ്. 11 മണിയല്ല, 11:15. പക്ഷെ ഇത്രയും നേരം ഞങ്ങൾ ഉണ്ടാക്കാൻ വൈകിയല്ല. ഇവിടെ ഒരാൾ തേച്ച് പോയി. എന്നിട്ട് ഇപ്പം ഉണ്ട് കയറി വന്നിട്ട്. ശത്രുക്കളോട് പോലും ഇങ്ങനെ ചെയ്യരുത്. ശത്രുക്കളോട് പോലും എന്തെങ്കിലും ഒരു കുറ്റബോധം മൂത്ത് നിങ്ങളെ കോളെടുത്ത് അങ്ങനെ ശരിയാവും. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധവും കഴിഞ്ഞ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളി, ഇഞ്ചി, അതേപോലെ കറിവേപ്പില, പിന്നെ ചപ്പ്, പുതിന അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച മൈദ നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കണം. നമുക്ക് മാക്സിമം എത്ര ലെയറാക്കുന്നോ അത്രയും ലെയറാക്കാം. ഇത്രയും നേരം വെച്ചുകൊണ്ട് ഇനി നമ്മൾ പപ്സിന് ആവശ്യമായിട്ടുള്ള ലെയർ നമുക്ക് ഇഷ്ടമുള്ളത്ര ലെയർ ആക്കി കൊടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊങ്ങി വെച്ച എഗ്ഗ് എടുത്തിട്ട് ഇങ്ങനെ പീസാക്കിയിട്ട് എടുക്കുക. നമുക്ക് പപ്സിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. അപ്പം ബാക്കി എല്ലാം ഇവിടെ സെറ്റായി. അതിൻ്റെ മസാലയും അതേപോലെ എഗ്ഗും പിന്നെ നമ്മൾ എല്ലാം ലെയറാക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ലെയറാക്കി വെച്ച മൈദ എടുത്തിട്ട് ഇതിലേക്ക് പിന്നെ മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ പിന്നെ എഗ്ഗ് വെച്ചിട്ട് പപ്സിൻ്റെ ആ രൂപത്തിലേക്ക് നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. മനസ്സിലാണെന്ന് വെച്ചാൽ നല്ലോണം എണ്ണയിൽ എത്രത്തോളം നിൽക്കുന്ന അത്രത്തോളം സോഫ്റ്റ് ആണ്. ചാൻസ് വളരെ കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 20 മിനിറ്റ് വിചാരിച്ചത്, പിന്നെ 2 മണിക്കൂർ ആയതാണ്. ഇത് സെറ്റായി. ഇനി നമുക്ക് എന്താ അതിലേക്കൊക്കെ
അപ്പം നമ്മളെ പപ്സ് റെഡിയായി. പപ്സ് ആയില്ലെങ്കിൽ പപ്സിൻ്റെ അനിയനാന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് എന്തായാലും കിട്ടാൻ പോകണില്ല എന്ന് മനസ്സിലായി. എന്തായാലും ഈ സംഗതി ഏറെക്കുറെ സെറ്റായി. ഇനി കുറച്ച് നമുക്ക് എഗ്ഗിൻ്റെ അതിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഓവനിൽ വെക്കാം. എന്നിട്ടൊരു 20 മിനിറ്റ്സ് എന്തെങ്കിലും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ കാണുന്നില്ലേ, ഇത് ഏകദേശം എന്തൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്തായാലും സമയം ഉച്ചല്ല, രാത്രി. ഗൈസ് ഒന്ന് മാത്രം ചീറ്റിപ്പോയി, പ്രശ്നമില്ല അല്ലേ, ബാക്കിയൊക്കെ സെറ്റാ. അങ്ങനെ ഫൈനലി സെറ്റായി. പക്ഷെ ഒന്ന് മാത്രം കരിഞ്ഞു പോയി, അത് നമുക്ക് മാറ്റിയേക്കാം. ഇത് മാത്രം അടി അവിടെ പിടിച്ച് ഇത് നമുക്ക് മാറ്റിയേക്കാം. കൊളായി പോയാലോ. ഇനി നമുക്ക് ബാക്കി 3 നല്ലോണം കിട്ടിക്ക് വാരിയസിലേക്കാം. ഇനി നമുക്ക് സോസ് കൂട്ടി നമുക്ക് തിന്ന് നോക്കാം. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, എനിക്ക് തിന്ന് നോക്കിയാലേ അറിയുള്ളൂ. കമോൺ. സത്യം പറഞ്ഞാൽ ടൈം എത്രയെന്ന് അറിയോ? 12. ചൂട് പണിയാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ, നല്ല ചൂടാ. അപ്പോൾ തിന്ന് നോക്കാം അല്ലേ, എന്തായി എന്തൊരു. അപ്പം നമുക്ക് കഴിച്ചോ. സോസാക്കട്ടെ. ശരിക്കുള്ള എക്സ്പ്രഷൻ ഞങ്ങളുടെ ഒരേ ഉണ്ടാക്കിയല്ലേ. ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് കട്ടി കുടിക്കും, അടിയിൽ കുറച്ച് അത് അടി പിടിച്ചിട്ടാ. അടിവാദം ഇത് കട്ടിലാണ്. ഫില്ലിങ് ഒക്കെ കറക്റ്റാ. പക്ഷെ പീടിയത്തെ പപ്സാണ് പപ്സ്. ഞങ്ങൾ വിചാരിച്ചു വീഡിയോയിൽ വന്നിട്ട് പീടിയത്തേനെക്കാട്ടി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പപ്സ് നല്ലതെന്ന് പറയും. പക്ഷെ അല്ല, ഓരത് വേറെ, നമ്മളത് വേറെ. പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എവിടെയോ പാളി പോയിട്ടുള്ളു. പാളിന്ന് വെച്ചാൽ അടി പിടിച്ച് കുറച്ച്. പക്ഷെ പീടിയത്തെ പപ്സ് നമ്മൾ മൊത്തം നിന്നായിട്ടില്ല, നമ്മൾ ഫുള്ള് നിന്നായിട്ട് പൊടിയാവില്ല, ഒക്കെ ഡ്രൈ ആയതുകൊണ്ട് അങ്ങനെ ഉപകാരമുണ്ട്. പക്ഷെ നമ്മൾ തളരില്ല. ഇനി അടുത്ത പ്രാവശ്യം ഇതിലും ബെറ്റർ ആവുമല്ലോ. ജസ്റ്റിലൊക്കെ അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ, ചെറിയ വീഡിയോ ആണ്. പിന്നെ എന്തെങ്കിലും പറയേ, ഞാനല്ല പറയേ, നിങ്ങളാ പറയേ. പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു, തീരുമാനമായി. ഏകദേശം 1 മണിയായിപ്പോ. അപ്പം നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കൂല. നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ചെയ്താൽ മതി. വലിയ വലിയ പപ്സും നമ്മൾ വെറുതെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിലൊന്നും തളരൂല. ഇതിലും വലുത് കണ്ടവനാടാ ഞാൻ. പക്ഷേ നല്ല രസം ചെയ്യും, കുഴപ്പമൊന്നുമില്ല. വലിയ മോശമൊന്നുമില്ല കേട്ടോ. ഒന്ന് കരിഞ്ഞു വീട്ടതാ, ഇതിങ്ങനായി. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം അതെ, അപ്പം ഞങ്ങളെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, പൊട്ടിക്കുക. ഓക്കെ. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.